ഫ്രണ്ട്സ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അതായത് IOCLന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിന്റെ വിവിധ റിഫൈനറീസിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് യാതൊരുവിധ അപേക്ഷാ ഫീസ് ഇല്ല, അതുപോലെ എക്സാം ഇല്ല. ഇതിലേക്ക് ഡയറക്റ്റ് സെലക്ഷൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന സപ്പോർട്ടാണ്. അതുകൊണ്ട് ആരും ലൈക്ക് ചെയ്യാതെ വിട്ടുപോകരുത്. ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ മതി. മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇത്തരം വീഡിയോസ് കാര്യങ്ങൾ എല്ലാ കാറ്റഗറിയും വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങളുടെ സ്ക്രീനിൽ കാണാം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അതിൻ്റെ റിഫൈനറീസ് ഡിവിഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 3/5/2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വിവിധ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം എന്താണെന്നും അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നൊക്കെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഇത് ചെയ്താലുള്ള ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഇടയ്ക്ക് പറയുന്നുണ്ടെന്ന് സ്കിപ്പ് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് ഓരോ കാറ്റഗറി വൈസ് വാക്കൻസിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ കാണാമെങ്കിൽ ഇപ്പോൾ ഇവിടെ ആദ്യത്തെ പോസ്റ്റ് കോഡ് കാണാം. നിങ്ങൾക്ക് 101 പോസ്റ്റ് കോഡ് വരുന്നത്. ട്രേഡ് അപ്രന്റീസാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അറ്റൻഡൻറ്റ് ഓപ്പറേറ്റർ ആണ്, കെമിക്കൽ ഡിസിപ്ലിൻ ആണ്, കെമിക്കൽ പ്ലാനിലേക്ക്. അപ്പോൾ ഇതിലേക്ക് 3 വർഷം ഡ്യൂറേഷനുള്ള ബാച്ചലർ ഓഫ് സയൻസ് ആണ് ഈ പറയുന്ന മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി. ഓക്കെ, 12 മാസമായിരിക്കും ട്രെയിനിങ് ഡ്യൂറേഷൻ. ഏതൊക്കെ റിഫൈനറീസിലാണ് എത്ര വാക്കൻസി ഉണ്ടെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഏതൊക്കെ റിഫൈനറീസ് അതിൻ്റെ നേരെയുള്ള റോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ജനറൽ, EWS, SC/ST, ഇനി PWDക്ക് വാക്കൻസി ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് 102 ആണെങ്കിൽ ട്രേഡ് അപ്രന്റീസ് ഫിറ്റർ ആണ്, മെക്കാനിക്കലാണ് ഡിസിപ്ലിൻ വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ITI ഫിറ്റർ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സും വേണം, അതോടൊപ്പം തന്നെ ഫിറ്റർ ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷം ഡ്യൂറേഷനുള്ള ITI ആയിരിക്കണം, ജസ്റ്റ് പാസ് ക്ലാസ് മതി. ബാക്കിയുള്ള എല്ലാ ട്രേഡിലേക്കും നിങ്ങൾക്ക് 50% മാർക്ക് വേണം. എന്നാൽ ഈ പറയുന്ന 102 എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ജസ്റ്റ് പാസ് ക്ലാസ് മതി. ഇനി അതായത് 50% മാർക്ക് വേണം ബാക്കിയുള്ള എല്ലാ ഡിസിപ്ലിനിലും കേട്ടോ. ബാക്കി വരുന്ന എല്ലാ പോസ്റ്റിലേക്കും അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുക 50% മാർക്ക് വേണം. SC/ST, PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് 45% മാർക്ക് മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ റിഫൈനറി വൈസ് വാക്കൻസീസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. മന്ത് ട്രെയിനിങ് ഡ്യൂറേഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. 12 മാസമായിരിക്കും അല്ലെങ്കിൽ 1 വർഷമായിരിക്കും. ഇനി അടുത്തത് നിങ്ങൾക്കിവിടെ കാണാം 103 പോസ്റ്റ് കോഡ് വരുന്നത്. ട്രേഡ് അപ്രന്റീസ് ആണ്, ബോയിലറാണ്, മെക്കാനിക്കലാണ് ഡിസിപ്ലിൻ വരുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ 3 വർഷം ഡ്യൂറേഷനുള്ള ബാച്ചലർ ഓഫ് സയൻസ്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ആണ്. 24 മാസമായിരിക്കും ട്രെയിനിങ് ഡ്യൂറേഷൻ, 2 വർഷമാണ്. അതിൻ്റെ റിഫൈനറി വൈസ് വാക്കൻസീസും കൂടെ കാണാം. ഇനി അടുത്തത് 104 ടെക്നീഷ്യൻ അപ്രന്റീസ് ആണ്, കെമിക്കലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കെമിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജിയിലോ അല്ലെങ്കിൽ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഈ പറയുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ 3 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ 50% മാർക്കോട് പാസ്സായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 12 വർഷം മന്തായിരിക്കും ഡ്യൂറേഷൻ. അതിൻ്റെ റിഫൈനറി വൈസ് വാക്കൻസി കൂടെ നോക്കാവുന്നതാണ്. ഇതിനടുത്ത് 105 ടെക്നീഷ്യൻ അപ്രന്റീസ് ആണ്, മെക്കാനിക്കലാണ് ഡിസിപ്ലിൻ. ഇതിലേക്ക് നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷം ഡ്യൂറേഷൻ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 12 മാസമായിരിക്കും ട്രെയിനിങ് ഡ്യൂറേഷൻ. ഡിസിപ്ലിൻ വൈസ് വാക്കൻസീസും കൂടെ നോക്കാം. ഇതിനടുത്തത് ടെക്നീഷ്യൻ അപ്രന്റീസ് ഇലക്ട്രിക്കലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 3 വർഷം ഡ്യൂറേഷനുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയാണ്. നിങ്ങൾക്ക് 50% മാർക്കോട് പാസ്സായിരിക്കും അപ്ലൈ ചെയ്യാം. 12 മാസമായിരിക്കും ട്രെയിൻ ഡ്യൂറേഷൻ. റിഫൈനറി വൈസ് വാക്കൻസീസോടെ കാണാം. ഇതിനടുത്ത് ടെക്നീഷ്യൻ അപ്രന്റീസ് ആണ്, ഡിസിപ്ലിൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. അല്ലെങ്കിൽ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ തന്നെയാണ്. ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് 3 വർഷം ഡ്യൂറേഷൻ ഡിപ്ലോമ 50% മാർക്കോട് പാസ്സാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ. 12 മാസമായിരിക്കും ട്രെയിനിങ് ഡ്യൂറേഷൻ. അതിൻ്റെ റിഫൈനറി വൈസ് വാക്കൻസീസ് കാണാം. ദെൻ ട്രേഡ് അപ്രന്റീസ് സെക്രട്ടറിയൽ അസിസ്റ്റൻ്റ് ആണ്. 3 വർഷം ഡ്യൂറേഷനുള്ള നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ആണ്. അതായത് BA, BSc, BCom ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി. ഓക്കെ, അത് സബ്ജക്റ്റ് ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ BA, BSc, BCom ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 15 മാസമായിരിക്കും ട്രെയിൻ ഡ്യൂറേഷൻ വരിക. നിങ്ങൾക്ക് റിഫൈനറി വൈസ് വാക്കൻസീസ് വരെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ സബ്ജക്റ്റ് ഒരു വിഷയമല്ല കേട്ടോ, ഒരു മാറ്റർ അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് BA നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ഓക്കെ, BA എക്കണോമിക്സോ ഹിസ്റ്ററിയോ അതുപോലെ BSc നിങ്ങൾക്ക് ഫിസിക്സോ കെമിസ്ട്രി അതല്ലെങ്കിൽ മാത്സ് അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾക്ക് ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ജസ്റ്റ് ഈ പറയുന്ന ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. BA അല്ലെങ്കിൽ BSc, BCom.
ഇനി അടുത്ത 109 പോസ്റ്റ് കോഡ് ട്രേഡ് അപ്രൻറ്റീസ് അക്കൗണ്ടൻ്റ് ആണ്. ഇതിലേക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള ബികോം കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 12 മാസമായിരിക്കും ട്രെയിൻ ഡ്യൂറേഷൻ. റിഫൈനറി വൈസ് വേക്കൻസീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനടുത്തത് ട്രേഡ് അപ്രൻറ്റീസ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. ഇതിൽ ഫ്രഷർ അപ്രൻറ്റീസസ് എന്ന് പറയും. ഇതിൽ +2 ജസ്റ്റ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. +2 ജസ്റ്റ് പാസ്സായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 12 മാസമെങ്കിൽ ട്രെയിൻ ഡ്യൂറേഷൻ. അതായത് നിങ്ങൾക്ക് +2 കഴിഞ്ഞ് ഡിഗ്രി ഒന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് +2 ഫ്രഷർ എന്ന് പറയുന്നത് +2 പാസ്സായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണ്. ഇനി അടുത്തത് ട്രേഡ് അപ്രൻറ്റീസ് തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സ്കിൽഡ് സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് വേറെ തന്നെ ഉണ്ട് 111. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് +2 വിത്ത് ഈ പറയുന്ന ഡൊമസ്റ്റിക് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിലുള്ള സ്കിൽഡ് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളതാണ് കേട്ടോ. 12 മാസമായിരിക്കും ട്രെയിൻ ഡ്യൂറേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടോട്ടൽ വേക്കൻസികൾ. അപ്പോൾ 1000-ന് മുകളിൽ വേക്കൻസി ഏകദേശം ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ഇതിൻ്റെ മറ്റു ഡീറ്റെയിൽ കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ പറയുന്ന +2 ഗ്രാജുവേഷൻ ഡിപ്ലോമ തുടങ്ങിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ അതിൽ 50% മാർക്ക് വേണം. ITക്ക് മാത്രം ജസ്റ്റ് IT കഴിഞ്ഞ ക്വാളിഫിക്കേഷനിലേക്ക് മാത്രം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പാസ് ക്ലാസ് മതി. ബാക്കിയുള്ള ഈ പറയുന്ന +2 അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഡിപ്ലോമ തുടങ്ങിയിട്ടുള്ള ക്വാളിഫിക്കേഷനൊക്കെ 50% മാർക്ക് വേണം. SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 45% മാർക്ക് മതി. IT കഴിഞ്ഞവർക്ക് എന്ത് ചെയ്താൽ ജസ്റ്റ് പാസ് മാർക്ക് മതി എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇനി അതോടൊപ്പം തന്നെ ഉയർന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, അതായത് BA or BTech അല്ലെങ്കിൽ MBA CA LLB MCA തുടങ്ങിയ പോലെയുള്ള ഉയർന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോ ഒന്നുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. നിങ്ങൾ എലിജിബിൾ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. അത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് ഈ പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണെന്നും അങ്ങനെയുള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ ഇനി ഇവിടെ നിങ്ങൾക്ക് അടുത്ത നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ഓൾറെഡി നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ചെയ്തവരോ ചെയ്തുകൊണ്ടിരിക്കുന്നവരോ ആണെങ്കിലും ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. ഇനി അതോടൊപ്പം തന്നെ 1 വർഷമോ അതിലധികമോ നിങ്ങൾക്ക് എന്താണ് ജോബ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അവർ എലിജിബിൾ അല്ല. ഇനി നിങ്ങൾ ഈ പറയുന്ന ടെക്നീഷ്യൻ അപ്രൻറ്റീഷിപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടെക്നീഷ്യൻ അപ്രൻറ്റീഷിപ്പ് ഞാൻ കാണിക്കാം. നമ്മൾ മുകളിൽ പറഞ്ഞല്ലോ. ഓക്കെ, ഇതൊക്കെ ട്രേഡാണ്. ഇവിടെ കാണാം നിങ്ങൾക്ക് ടെക്നീഷ്യൻ അപ്രൻറ്റീഷിപ്പ് തുടങ്ങുന്നത് 104, 105, 106, 107 ഈ പറയുന്ന പോസ്റ്റ് കോഡ് 104 മുതൽ 107 വരെയുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ് 5 വർഷം കംപ്ലീറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ് 5 വർഷം കംപ്ലീറ്റ് ചെയ്തെന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ BSc ഈ പറയുന്ന ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, ഓക്കെ, ഈ ഒരു കാറ്റഗറി വെച്ചിട്ട് നമുക്ക് 3 കാറ്റഗറി പോസ്റ്റ് ഉണ്ട്, 101, 103, 108. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എല്ലാത്തിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്നിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഒന്നെങ്കിൽ 101ലേക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 103ലേക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 108ലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേതെങ്കിലും ഒന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരേ ക്വാളിഫിക്കേഷൻ വെച്ച് ഒന്നിലധികം പോസ്റ്റ് കോഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ BCom വെച്ചിട്ട് 2 കാറ്റഗറിയിൽ ഉണ്ട്, 108ഉം 109ഉം പോസ്റ്റ് കോഡ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് BCom വെച്ച് ഏതെങ്കിലും 101ലേക്കോ അതല്ലെങ്കിൽ 109ലേക്കോ ഇതിലേതെങ്കിലും ഒന്നിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ഏജ് ലിമിറ്റ് മിനിമം 18 ആണ്, മാക്സിമം 24 വയസ്സിൽ അപ്ലൈ ചെയ്യാം. 31/5/2025 കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത്. ഇപ്പോൾ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 27 വയസ്സ് വരെയും, SC ST ആണെങ്കിൽ 29 വയസ്സ് വരെയും, PWD ആണെങ്കിലൊക്കെ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ അവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ ഇനി സെലക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരുവിധ എക്സാമോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ NATS അല്ലെങ്കിൽ NAPSൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിക്കാം. അതോടൊപ്പം തന്നെ നമ്മളുടെ മാർക്കിൽ, അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, IT അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഗ്രാജുവേഷൻ, ഏതാണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ചാൽ അതിൽ മാർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളവരെയാണ് ഇതിലേക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് എക്സാമോ ഇൻ്റർവ്യൂ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ അപേക്ഷാ ഫീസോ കാര്യങ്ങളോ ഇല്ല. സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് നമുക്കൊരു 7,000 to നമുക്കൊരു 12,000 ഇടയിലായിട്ടായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കുക കേട്ടോ സ്റ്റൈപ്പൻഡ്. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ NAPS അല്ലെങ്കിൽ NATS. ഇപ്പോൾ IT അല്ലെങ്കിൽ ഡിപ്ലോമ, ഗ്രാജുവേഷൻ, എഞ്ചിനീയറിംഗ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് NATS അല്ലെങ്കിൽ NAPS ഒക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കും. അതല്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകും. അപ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ആ ഒരു സൈറ്റൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ NATSൽ അതല്ലെങ്കിൽ NAPS, ഓക്കെ, ഇതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോൾ ആരൊക്കെയാണ് NATSൽ രജിസ്റ്റർ ചെയ്യേണ്ടത്, ആരൊക്കെയാണ് NAPSൽ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ആ NAPSൽ അല്ലെങ്കിൽ NATSൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ 100% ആക്കണം. അത് വീഡിയോയുടെ അവസാനം ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ ഒരു അപേക്ഷയെ നമുക്ക് 2 ഘട്ടമായിട്ട് എടുക്കാം, 2 സ്റ്റെപ്പായിട്ട് എടുക്കാം. സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം. ഈ സ്റ്റെപ്പ് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, സ്റ്റെപ്പ് 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ മുതൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മൾ NATS അല്ലെങ്കിൽ NAPSൽ രജിസ്റ്റർ ചെയ്യുക. അത് ആരാണ് NAPSൽ രജിസ്റ്റർ ചെയ്യേണ്ടത്, ആരാണ് NATSൽ രജിസ്റ്റർ ചെയ്യേണ്ടത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ കാണാം
പോസ്റ്റ് കോഡ് 101, 102, 103, 108, 109, 110, 111 ഇത് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ പോസ്റ്റ് കോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്, ഏറ്റവും മുകളിൽ നോക്കിയാൽ മതി. 101, 102 ഇതൊക്കെയാണ് പോസ്റ്റ് കോഡ്. അപ്പോൾ ഈ പറയുന്ന ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആക്കട്ടെ. ഓക്കെ, 101 നിങ്ങൾക്കിവിടെ കാണാം, 102 ഇങ്ങനെ ഈ പോസ്റ്റ് കോഡ് നോക്കിയാൽ പിന്നെ ഞാനത് പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു, നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, നമ്മളിവിടെ നിർത്തിയത് യെസ് ഇവിടെയാണ്. ഓക്കെ, അതായത് ആരാണ് നാപ്സിൽ NAPS രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുന്ന ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജിലേക്കാണ് വരിക. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ GeoCLI ജില്ലാൻ്റെ അടിച്ചെടുത്താൽ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾ ഇവിടെ ലേറ്റസ്റ്റ് ജോബ്സും കൂടെ കാണാൻ പറ്റും. ലേറ്റസ്റ്റ് ജോബ്സ് കാണാം, IOCL അപ്രൻറ്റീസ് ജോബ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിവിടെ കാണുന്നില്ലെങ്കിൽ ഇവിടെ താഴെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, ഇതില്ലെങ്കിൽ നിങ്ങൾ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ കിട്ടും. ഇനി അതല്ലേ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്താൽ മതി നമ്മുടെ IOCL എന്നുള്ളത്. ഞാൻ പുതിയ പോസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് താഴോട്ട് പോയിട്ട് ഇവിടെ 5 പോസ്റ്റ് നിൽക്കുള്ളത് കഴിഞ്ഞാൽ റീഡ് മോറിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അത് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇവിടെ IOCL അപ്രൻറ്റീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആണ് ഇവിടെ ഭാഗമാണ്. നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് അത് അവിടെ നിൽക്കട്ടെ, 2ാം സ്റ്റെപ്പാണ്. സെക്കൻഡ് സ്റ്റെപ്പാണ് നമ്മൾ ആദ്യം നാപ്സ്, ഇപ്പം നാപ്സിൻ്റെ ആണ് നമ്മൾ നോക്കുന്നത്. നാപ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് NAPS അതിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ട് ഓപ്പൺ ആക്കാം. നാപ്സ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മളിതാ ഈ ഒരു പോർട്ടലിലേക്കാണ്, ഇതാണ് ഇതിൻ്റെ ഹോം പേജ്. നിങ്ങൾക്ക് കാണാം NAPS എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇവിടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പോസ്റ്റ് കോഡാണ് നാപ്സിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്? പോസ്റ്റ് കോഡ് 101, 102, 103, 108, 109, 110, 111 ഈ പറയുന്ന പോസ്റ്റ് കോഡിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് നാപ്സിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നാപ്സിൽ നിങ്ങൾ 100% എന്ത് ചെയ്യണം? നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് അതുവഴി നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന രീതിയിൽ നമ്മുടെ വെബ്സൈറ്റിൽ വന്ന് നാപ്സ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ആക്കുക. ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് കാണാം നിങ്ങൾക്ക് ലോഗിൻ ഒരു രജിസ്റ്റർ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. കാൻഡിഡേറ്റ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലോഗിൻ ചെയ്യാം, നിങ്ങളുടെ ഇമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യാം. ആദ്യമായിട്ട് വരികയാണെങ്കിൽ രജിസ്റ്റർ ആസ് കാൻഡിഡേറ്റ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ IT സ്റ്റുഡൻ്റ് ആണെങ്കിൽ IT എന്നുള്ള സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ITയുടെ റോൾ നമ്പർ കൊടുക്കാം. അതല്ലാത്തവർ എന്ത് ചെയ്യുക? അത് അൺടിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മൊബൈൽ നമ്പറും മെയിൽ IDയും കൺഫേം മെയിൽ ID കൊടുത്ത് ക്യാപ്ച അടിച്ച് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അങ്ങനെ രജിസ്റ്റർ ചെയ്ത് ഇതിൽ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും നിങ്ങളുടെ മറ്റു ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ പ്രൊഫൈൽ 100% കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് അടിച്ച് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ യൂട്യൂബിലൊക്കെ ആരൊക്കെ ചെയ്ത വീഡിയോസ് ഉണ്ടോ? ജസ്റ്റ് നിങ്ങൾ ഹൗ ടു രജിസ്റ്റർ നാപ്സ് എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ജസ്റ്റ് അത്തരം വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിൽ കാണാം അപ്രൻറ്റീസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ നമ്മളിതാ സെർച്ച് ബൈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നെയിം നമ്മൾ എന്ത് ചെയ്യുക? IOCL എന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നോ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഷോർട്ട് ആക്കിയിട്ട് IOCL എന്ന് അടിച്ചു കൊടുക്കും. അപ്പോൾ ഇവിടെ ഗുവാഹത്തി റിഫൈനറി ഡിവിഷൻ വന്നു. അപ്പോൾ ഇതിൽ കാണാം 7 വേക്കൻസീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിലവിൽ 2/5 അത് അവർ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ സെക്രട്ടറിയൽ അസിസ്റ്റൻറ്റ് അതുപോലെ ബോയിലർ അറ്റൻഡർ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ റിഫൈനറി IOCL എന്ന് പറഞ്ഞിട്ട് നിങ്ങളിത് അവിടെ ഓരോ റിഫൈനറി ഇങ്ങനെ അടിച്ച് നോക്കാം. അപ്പോൾ ഗുവാഹത്തി റിഫൈനറി അടിച്ച പോലെ മറ്റ് ഏതൊക്കെയാണോ റിഫൈനറി വേക്കൻസി ഉള്ളത് എന്നിട്ട് IOCL എന്ന് അടിച്ച് നോക്കാം. അപ്പോൾ അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാം ഇതുമായി ജസ്റ്റ് ഇവിടെ അപ്ലൈ എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അപ്ലൈ കൊടുത്താൽ എന്നോട് ലോഗിൻ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങളോട് ലോഗിൻ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യുക, അതിൽ ചെയ്യുക. ഓൾറെഡി നമ്മൾ ലോഗിൻ ആണെങ്കിൽ അത് പറയില്ല, നേരെ അപ്ലൈ ചെയ്യാൻ 2-3 ക്ലിക്കിലൂടെ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ പറയുന്ന പോസ്റ്റ് കോഡ് ഞാൻ പറഞ്ഞു. ഈ പറയുന്ന 101, 102, 103, 108, 109, 110, 111 അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതാണ് ആദ്യം ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അപ്രൻറ്റീഷിപ്പിൽ നിങ്ങൾ ഈ പറയുന്ന നാപ്സിൽ രജിസ്റ്റർ ചെയ്യുക. അതുവഴി തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു അപ്രൻറ്റീഷിപ്പ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അത് ത്രൂ നമ്മളിതിൽ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി അവിടെ അപ്ലൈ ചെയ്യാൻ വാക്കൻസി ഒന്നും വന്നിട്ടില്ല, നിങ്ങൾ വറീഡാണ്ട. കുറച്ച് ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അത് അപ്ലൈ ചെയ്യാം. എന്തായാലും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് വെക്കാം 100%. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാ ഫോളോ ചെയ്തിട്ട് കോൺടാക്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് ഇവിടെ പോസ്റ്റ് കോഡ് ആണ്. നിങ്ങൾക്ക് 104, 105, 106, 107. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ പറയും കേട്ടോ, അത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ 104, 105, 106, 107 എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ആണെങ്കിൽ അവർ നാറ്റ്സിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, NATS-ലാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ വെബ്സൈറ്റിൽ വീണ്ടും വരിക. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നാറ്റ്സ് NATS ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യാറുന്നുള്ള ഓപ്പൺ ആക്കാം. ഇവിടെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അവിടെ കാണാൻ പറ്റും. ഓക്കെ, നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം നാറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റുഡൻറ്റ് എന്നുള്ള ഒരു ബട്ടൺ കാണാം, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക്
സ്റ്റുഡൻറ്റ് രജിസ്റ്റർ. ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ലോഗിൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് സ്റ്റുഡൻറ്റ് രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കംപ്ലീറ്റ് ഇതൊക്കെ ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ കയ്യിൽ വേണം. ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് യെസ് എന്ന് കൊടുക്കാം. നമ്മുടെ മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കൊടുത്ത് OTP വെച്ച് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ ഇതിലും 100% നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിൽ വേക്കൻസീസ് കാണും. ആ വേക്കൻസീൻ്റെ അവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. IOC ഒന്ന് അടിച്ചു കൊടുക്കുക. അത് ത്രൂ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഈ പറയുന്ന NATS NITS വഴി നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഈ പറയുന്ന പോസ്റ്റ് കോഡ് ഞാൻ പറഞ്ഞു, ഈ പറയുന്ന 104, 105, 106, 107 എന്ന് പറയുന്ന കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അപ്പോൾ NATS വഴിയും അപ്ലൈ ചെയ്യണം. രജിസ്റ്റർ ചെയ്യും വേണം, അപ്ലൈ ചെയ്യും വേണം. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഈ NATSൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഓരോ റിഫൈനറിയുടെയും എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോഡ്, അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ കോഡ് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് ആ സെർച്ച് ബട്ടണിൽ ഇട്ട് കൊടുത്താലും പെട്ടെന്ന് എന്തെങ്കിലും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോഡ് തന്നത്. അപ്പോൾ ഈ കോഡ് നിങ്ങൾ സെർച്ച് ബട്ടണിൽ, ഇപ്പം നേരത്തെ കാണിച്ചപ്പോൾ ഇവിടെ ഇതേപോലെ ഇപ്പം NAPSലാണെങ്കിൽ ഇതുപോലെയാണ് സെർച്ച് ബട്ടണിൽ ഇവിടെ നിങ്ങൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നെയിമോ അല്ലെങ്കിൽ കോഡോ ഇവിടെ അടിച്ച് നോക്കുക. ഇനി NATSലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ ഇവിടെ തന്നിരിക്കുന്ന നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. NATSലാണെങ്കിൽ ഈ ഒരു കോഡാണ്, NAPSലാണെങ്കിൽ ഈ ഒരു കോഡാണ്. ഓരോ റിഫൈനറീസിന് ഓരോരോ കോഡിൽ വ്യത്യാസമുണ്ട്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോഡിൽ. അങ്ങനെ അടിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കാണാവുന്നതാണ്. പേരടിച്ച് നോക്കുക, ഈ റിഫൈനറീസിൻ്റെ പേരടിച്ച് നോക്കുക, എന്നിട്ട് IOC എന്ന് അടിച്ചിട്ട് അങ്ങനെ ചെയ്യുക. അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ കോഡ് അടിച്ചിട്ട് നിങ്ങൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ അതിൽ കംപ്ലീറ്റ് രജിസ്ട്രേഷനും അപ്ലിക്കേഷനും നമ്മൾ ഈ പറയുന്ന NATS അല്ലെങ്കിൽ NAPS വഴി നമ്മൾ കംപ്ലീറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാം സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2ൽ നമ്മൾ IOCLൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. അപ്പോൾ സ്റ്റെപ്പ് 1 ആയാലും സ്റ്റെപ്പ് 2 ആയാലും നമുക്കതിൻ്റെ ഡേറ്റ് മെയ് 3 മുതൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ജൂൺ 2 വരെയാണ് ഇതിൻ്റെ ടൈം ഉള്ളത് കേട്ടോ. ഓക്കെ, മാക്സിമം നമുക്ക് സ്റ്റെപ്പ് 1 ആണെങ്കിലും സെയിം ഡേറ്റ് തന്നെയാണുള്ളത്. സ്റ്റെപ്പ് 1 ആണെങ്കിലും നമുക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് സ്റ്റെപ്പ് 1 ആണെങ്കിൽ നമുക്ക് 3/5/2025 മുതൽ 2/6/2025 വരെയാണ് കേട്ടോ. അപ്പോൾ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം സെയിം ഡേറ്റ് തന്നെയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 3/5/2025 മുതൽ 2/6/2025 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ഇൻ കേസ് സ്റ്റെപ്പ് 1ൽ നമുക്ക് ഈ പറയുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റ് റിഫൈനറീസോ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോഡൊന്നും സെർച്ച് ചെയ്തിട്ട് വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക 100% എന്നിട്ട് സ്റ്റെപ്പ് 2 നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, സ്റ്റെപ്പ് 1 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്ക് റിഫൈനറീസോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ, സെർച്ച് ചെയ്തിട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉള്ള റിഫൈനറീസിലേക്കെങ്കിലും അപ്ലൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റെപ്പ് 2ഉം എന്ത് ചെയ്യുക. ഓക്കെ, ഇനി സ്റ്റെപ്പ് 1ൽ നമുക്കതിൻ്റെ കാര്യങ്ങളൊന്നും അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അവർ അപ്ഡേറ്റ് ചെയ്താലേ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വന്നില്ലായിരിച്ച് നിങ്ങൾ സ്റ്റെപ്പ് 2 ചെയ്യാതിരിക്കേണ്ട. അപ്പോൾ എന്തായാലും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്റ്റെപ്പ് 2ൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ IOCLൻ്റെ വെബ്സൈറ്റ് വഴിയാണ്. അതിൽ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും എൻക്വയറീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്, മെയിൽ ID ഒക്കെ ഉണ്ട്. അപ്പോൾ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് സ്റ്റെപ്പ് 2ൻ്റെ ഞാൻ കാണിക്കാം കേട്ടോ. വെബ്സൈറ്റ് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 3/5 മുതൽ ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് 2/6/2025 ആണ്. ഇനി ഇതിൻ്റെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 9/6 ആണ്. അതുപോലെ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഏകദേശം 16/6 മുതൽ 24/6 ഈ ഡേറ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇനി സ്റ്റെപ്പ് 2ൽ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് സ്റ്റെപ്പ് 2ൻ്റെ കാര്യങ്ങളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കാണാം അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് കാണാം. ഈ അപ്ലിക്കേഷൻ ഫോമിൻ്റെ നേരെ ലിങ്ക് ഉണ്ട്, അത് ഓപ്പൺ ആക്കാം നമ്മൾ. ഓക്കെ, അത് ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ ഹോം പേജിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇന്ത്യൻ ഓയിൽ റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇവിടെ താഴോട്ട് നിങ്ങൾ നീക്കുക. ഇപ്പോൾ താഴോട്ട് നീക്കി കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്താൽ നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിൻറ്റ് എടുക്കാനും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷനാണ് റൈറ്റ് സൈഡിൽ ഇവിടെ കാണുന്നത്. വ്യൂ ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ ഇമെയിൽ ആപ്ലിക്കേഷൻ ഫോം അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡ്. ഇനി ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് കാണാം വ്യൂ ഓപ്പണിങ്സ് ആൻഡ് അപ്ലൈ എന്നുള്ളത്. ഇത് ഓരോ റിഫൈനറീസാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ റിഫൈനറിയാണ്. ഇതിപ്പം നിങ്ങൾക്ക് ഇതിൽ ഓരോ റിഫൈനറീസിൻ്റെ പേര് ഇവിടെ കാണാം കേട്ടോ. ഓക്കെ, ഇവിടെ അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, പേര് ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഏതിലേക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു റിഫൈനറിയിലെ ഒരു അപേക്ഷകന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാത്തിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദിഗ്ബോയ് ആണ്, ദിഗ്ബോയ് ഏതാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. ഏതിലേക്കാണ് നിങ്ങൾക്ക് ഏറ്റവും വേക്കൻസി, നിങ്ങളുടെ റിസൾട്ട് വേക്കൻസി ഒക്കെ നോക്കിയിട്ട് ഏതിലേക്കാണ് അടിച്ചാൽ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ദിഗ്ബോയ് ആണെന്ന് വിചാരിക്കാം. ഇവിടെ ഉണ്ടത്, യെസ് ഇതാണ്. അപ്പോൾ ഞാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഏതിലേക്കാണോ ചെയ്യുന്നത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ അപ്ലൈ നൗ എന്നുള്ള ഭാഗം കാണാം.
അതിൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ ഇതിലേക്ക് SC/ST OBCൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഒക്കെ ഇതിലുണ്ട്. എല്ലാം സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തയ്യാറാക്കിയതായിരിക്കണം. അവിടെ അപ്ലൈ നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നോട്ടിഫിക്കേഷൻ നമ്പറും അതുപോലെ ഏത് റിഫൈനറിയാണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ ദിഗ്ബോയ് ആണ്. അപ്പോൾ അത് നിങ്ങൾ ഏതാഴ്ച നിങ്ങളനുസരിച്ച് നിങ്ങൾ ഉറപ്പ് വരുത്തണം നമ്മൾ എടുത്ത് തന്നെയാണ് വന്നതെന്നുള്ളത്. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോഗ്രാഫിൻ്റെ സൈസും അതിൻ്റെ ഡയമെൻഷനൊക്കെ പ്രോപ്പറായിട്ട് ഇതന്നെ വേണം. അപ്പോൾ അതായത് ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ 125 പിക്സൽ ഹൈറ്റും 95 പിക്സൽ വിഡ്ത്തും ആയിരിക്കണം. 10 KB താഴെ ആകാൻ പാടില്ല ഫയൽ സൈസ്. പിന്നെ സിഗ്നേച്ചർ ആണെങ്കിൽ 40x150 പിക്സലായിരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ കറക്റ്റ് നിങ്ങൾ ആ ഡയമെൻഷൻ ആക്കി വെക്കണം. അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പോസ്റ്റ് സെലക്ട് ചെയ്യാനുള്ളൊരു ഭാഗം വരും. ഇവിടെ കാണാം ഇതിൽ ഏത് പോസ്റ്റാണോ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നത് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം പേജ് ലോഡാവും. നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഏതൊക്കെ വെച്ചാൽ കൊടുക്കുക. മെയിൽ ഓർ ഫീമെയിൽ, മാരീഡ്, അൺമാരീഡ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദറിൻ്റെ പേര്, ഇങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസ് ആണ് ഇവിടെ. പിന്നെ ഇവിടെ കുറച്ച് SR ക്വസ്റ്റ്യൻ ആണ്, അതൊക്കെ നിങ്ങൾ നോ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം അഡ്രസ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുത്ത് നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും അതായത് ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അതല്ലെങ്കിൽ നമ്മളെ ഡിബാർ ചെയ്യുന്ന അല്ലെങ്കിൽ അൺഫിറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ എന്തെങ്കിലും നമുക്ക് എതിരെ എന്തെങ്കിലും ഒഫൻസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കണം കേട്ടോ. പിന്നെ അഡ്രസ് ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ഫോട്ടോ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഫോട്ടോ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്ത് ഇവിടെ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് വരിക. പിന്നെ നമ്മൾ എക്സ്പീരിയൻസിൻ്റെ അവിടെ നിന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ഒന്നും കൊടുക്കരുത്. കാരണം എക്സ്പീരിയൻസ് കൊടുത്താൽ നമ്മൾ എലിജിബിൾ അല്ല അതിലേക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അപ്രന്റീഷിപ്പിൻ്റെ റൂളാണ്, എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കണ്ട. അപ്പോൾ അതിൻ്റെ ഡിക്ലറേഷൻ നമ്മൾ കൊടുക്കണം കേട്ടോ. പിന്നെ ഡീറ്റെയിൽസും ഫീ ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ സബ്മിഷനാണ്, ഫൈനൽ സബ്മിഷൻ എടുത്ത് പ്രിൻ്റ് എടുത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ 2 സ്റ്റെപ്പായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് നാപ്സ് അല്ലെങ്കിൽ നാറ്റ്സ്. ഇതിൽ ആരൊക്കെയാണ് ചെയ്യേണ്ടത് പോസ്റ്റ് കോഡ് ഞാൻ പറഞ്ഞു. അതിനനുസരിച്ചുള്ളവർ എന്ത് ചെയ്യാം, അത് നോക്കിയിട്ട് പോസ്റ്റ് കോഡ് നോക്കിയിട്ട് ഏതാണ് ചെയ്യുന്നതനുസരിച്ച് ഇതിൽ രജിസ്റ്റർ ചെയ്യാം. നാപ്സിലാണെങ്കിൽ നാറ്റ്സിലോ രജിസ്റ്റർ ചെയ്യാം. എന്നിട്ട് അതുവഴി തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഈ രീതിയിൽ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ നമ്പറൊക്കെ നമ്മളതിൽ കൊടുക്കേണ്ടി വരും, IOCLൻ്റെ. അപ്പോൾ IOCLൻ്റെ വെബ്സൈറ്റിൽ കയറുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതാ ഇവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഫസ്റ്റ് പേഴ്സണൽ ഡീറ്റെയിൽസിലല്ല, സോറി, ഇവിടെ നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കുന്നുണ്ട്. എവിടെയാണിതാ, ഇവിടെ നമ്മൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നാറ്റ്സ് അല്ലെങ്കിൽ നാപ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് യെസ് എന്ന് കൊടുത്തിട്ട് നമ്മൾ ഇതിൽ ഏതാണ് നാറ്റ്സ് ആണെങ്കിൽ നാപ്സ് ആണോ വെച്ചാൽ നമ്മളത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയാണ്. ഇപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക കൂട്ടുകാരിലേക്ക്. അതോടൊപ്പം തന്നെ അപ്രന്റീഷിപ്പിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് കൊണ്ട് നടക്കാം. പിന്നെ അത് മാത്രമല്ല ഇതിലൊക്കെ തന്നെ വിവിധ പോസ്റ്റിലേക്കൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് അപ്രന്റീഷിപ്പ് ഒക്കെ ചെയ്തവർക്ക് മേ ബി അവർ ആ ഒരു പ്രിഫറൻസ് ഒക്കെ നൽകാൻ സാധ്യതയുണ്ട്, പ്രയോറിറ്റി നൽകാൻ സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കും. ചിലപ്പോൾ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് അപ്രന്റീഷിപ്പ് ഇത്തരം റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ എലിജിബിലിറ്റി നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യാം. ഇത്ര വലിയൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.